ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് തട്ടുകട സ്റ്റൈലിൽ കപ്പ എഗ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോയോളം കപ്പയാണ് കേട്ടോ എടുത്തത്. അതുകൂടാതെ 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, അതുകൂടാതെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കപ്പ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ മുട്ടയിലേക്ക് അല്പം സവാള ചേർത്ത് കൊടുക്കാം. അളവൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പതഞ്ഞ് വരുന്ന പോലെ ബീറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഒരു പാനിൽ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഉപ്പേരി പോലെയാണ് കേട്ടോ ചെയ്ത് എടുക്കുന്നത്. അതായത് സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ചെയ്തെടുക്കണം. ഇതിവിടെ റെഡിയായി. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മറ്റൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് അല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ഒന്ന് ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാത്തിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഈ ഒരു സ്പൂണിലാണ് കേട്ടോ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഈ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം. കുരുമുളക് പൊടി കുറച്ചിട്ട് മുളക് പൊടി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു റെഡ് കളർ പോലെ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കപ്പയും മുട്ടയും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ചിലപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. മുട്ടയും കപ്പയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണാത്തത് പോലെയാണ് നമ്മൾക്ക് വേണ്ടത്. ഇതുപോലെയാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ഡിഷ് ഇവിടെ റെഡിയായി. അല്പം മല്ലിയില നമുക്കിതിലേക്ക് വിതറി കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ അല്പം പച്ച ഉള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ പച്ച ഉള്ളി കടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.